USCIS EB-1A ഗ്രീൻ കാർഡ് അപേക്ഷകളിലെ തട്ടിപ്പ് തടയാൻ കർശന നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി ഇന്ത്യൻ പൗരന്മാരുടെ അപേക്ഷകൾ വീണ്ടും പരിശോധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ അംഗീകരിച്ച അപേക്ഷകൾ റദ്ദാക്കാനും സാധ്യതയുണ്ട്. സാധാരണ കഴിവുള്ളവർക്കുള്ള, അതായത് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ളവരുടെ വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇമിഗ്രേഷൻ പോളിസിയിൽ വന്ന ഈ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് EB-1A വിസ എന്ന് നോക്കാം. ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ്, കായികം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള വിസയാണ് EB-1A. ഈ വിസയ്ക്ക് ഒരു തൊഴിൽ ഓഫറോ സ്പോൺസറോ ആവശ്യമില്ല. അതിനാൽ തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണലുകൾക്ക് ഇത് വളരെ ആകർഷകമാണ്. അപേക്ഷകർ USCIS നിർദ്ദേശിക്കുന്ന 10 മാനദണ്ഡങ്ങളിൽ 3 പാലിക്കണം. പ്രധാന അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടുക, ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകുക എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പുറത്തുവന്ന തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമിഗ്രേഷൻ അറ്റോർണി രാഹുൽ റെഡ്ഡി പറയുന്നതനുസരിച്ച് നിരവധി EB-1A അപേക്ഷകൾ ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുന്നുണ്ട്. കൂടുതലും ഇന്ത്യൻ പൗരന്മാർ നൽകിയ അപേക്ഷകളാണ് പരിശോധിക്കുന്നത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് EB-1Aയുടെ ആവശ്യകതകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് തട്ടിപ്പ്. ഇതിനായി പലതരം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. കുറഞ്ഞ നിലവാരമുള്ള ജേർണലുകളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒരു സാധാരണ തട്ടിപ്പാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി പ്രസിദ്ധീകരണത്തിനുള്ള യോഗ്യത നേടാനാകും. ഏകദേശം 200 ആളുകളടങ്ങുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വ്യാജ സൈറ്റേഷനുകൾ ഉണ്ടാക്കുന്നു. പണം വാങ്ങി ഗുണനിലവാരമില്ലാത്ത ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ജേർണലുകളാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. സ്റ്റീവി അവാർഡ്, ഗ്ലോബി അവാർഡ് തുടങ്ങിയ ക്വസ്റ്റനബിൾ അവാർഡ് ഉപയോഗിക്കുന്നതിലും USCIS ശ്രദ്ധിക്കുന്നുണ്ട്. അപേക്ഷകർക്ക് അവരുടെ ഫീൽഡിൽ അംഗീകാരമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ അവാർഡുകൾക്ക് പണം നൽകിയാൽ മതിയെന്നും ആർക്കും വേഗത്തിൽ നേടാൻ സാധിക്കുമെന്നും വിമർശകർ പറയുന്നു. സ്റ്റീവി അവാർഡ്സ്, ഗ്ലോബി അവാർഡ്സ് എന്നിവയ്ക്ക് $300 മുതൽ $800 വരെയാണ് ഫീസ്. EB-1Aക്ക് ആവശ്യമായ രേഖകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന നിരവധി ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇതിനായി $10,000 മുതൽ $30,000 വരെയാണ് ഈടാക്കുന്നത്. വ്യാജ പ്രസിദ്ധീകരണങ്ങൾ, സൈറ്റേഷനുകൾ, അവാർഡുകൾ എന്നിവ ഉണ്ടാക്കി നൽകും. ചില ഏജൻസികൾ അപ്വർക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പരസ്യം നൽകുന്നുമുണ്ട്. അവർ $2,000 മുതൽ $3,500 വരെയാണ് ഈടാക്കുന്നത്. USCIS ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തട്ടിപ്പുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ് എന്നിവ ഉപയോഗിച്ച് സംശയാസ്പദമായ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒരേ രീതിയിലുള്ള അവാർഡുകൾ നേടുക, പരസ്പരം സൈറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ AI ഉപയോഗിച്ച് കണ്ടെത്തും. മുൻപ് അംഗീകരിച്ച EB-1A അപേക്ഷകൾ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് USCIS നോട്ടീസ് അയക്കുന്നുണ്ട്. തട്ടിപ്പ്, തെറ്റായ വിവരങ്ങൾ നൽകൽ അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത അപേക്ഷകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയക്കുന്നത്. ഈ നോട്ടീസ് ലഭിച്ചവർക്ക് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാം. USCIS പുതിയ അപേക്ഷകൾ മാത്രമല്ല പഴയ അപേക്ഷകളും പരിശോധിക്കുന്നുണ്ട്. ഇതിനകം ഗ്രീൻ കാർഡ് ലഭിച്ചവരുടെ അപേക്ഷകളും വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ റദ്ദാക്കും. ഇത് I-140 അപേക്ഷകളെ മാത്രമല്ല ഗ്രീൻ കാർഡ് ലഭിച്ചവരെയും ബാധിക്കും. ഈ നടപടി കൂടുതലും ബാധിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെയാണ്. എങ്കിലും നിയമപരമായി കാത്തിരിക്കുന്ന പല ഇന്ത്യൻ അപേക്ഷകരും ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇത് EB-1Aയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് ഇന്ത്യൻ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വിവേചനമാണെന്നും ചിലർ പറയുന്നുണ്ട്. തട്ടിപ്പ് കേസുകൾ ഇല്ലാതാകുന്നതോടെ കാത്തിരിപ്പ് സമയം കുറയുമെന്നും EB-1Aക്ക് കൂടുതലും വിശ്വാസ്യത വരുമെന്നും അവർ കരുതുന്നു. എന്നാൽ ഈ നടപടി EB-1A പ്രോഗ്രാം തന്നെ ഇല്ലാതാക്കാൻ കാരണമാകുമോ എന്നും ചിലർ ഭയപ്പെടുന്നുണ്ട്. ഗുരുതരമായ തട്ടിപ്പ് കണ്ടെത്തിയാൽ USCIS ക്രിമിനൽ കേസ് എടുക്കാൻ സാധ്യതയുണ്ട്. തട്ടിപ്പുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനം USCIS ഒരുക്കിയിട്ടുണ്ട്. വ്യാജരേഖകൾ ഉപയോഗിച്ച് EB-1A നേടാൻ ശ്രമിക്കരുതെന്ന് തോമസ് വി അല്ലന്റെ നിയമസ്ഥാപനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഭാവിയിൽ ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട്. EB-1A ഉറപ്പായി കിട്ടുമെന്ന് പറയുന്ന ഏജൻസികളെ സമീപിക്കരുത് എന്നാണ് നിയമസ്ഥാപനങ്ങൾ പറയുന്നത്. EB-1A അപേക്ഷകൾ സത്യസന്ധമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. ഈ നടപടി EB-1A പ്രോഗ്രാമിന്റെ വിശ്വാസം നിർത്താനുള്ള USCISന്റെ ശ്രമമാണ്. മികച്ച ആളുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. തട്ടിപ്പ് അപേക്ഷകൾ തടയുന്നതിലൂടെ യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളവർക്ക് മാത്രം ഈ അവസരം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് USCISന്റെ ലക്ഷ്യം. തട്ടിപ്പ് വ്യാപകമായതിനെ തുടർന്ന് EB-1A പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. USCIS കൂടുതൽ കർശന പരിശോധനകൾ നടത്താൻ സാധ്യതയുണ്ട്.